കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുവിധ സൂപ്പർബ് പോരാട്ടങ്ങളാണ് നമുക്ക് ആ നറുക്കെടുപ്പിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതിൽ തന്നെ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും അടങ്ങുന്ന ഡെർബിയും, ബയൺ മ്യൂണിക്കും ബയൺ ലിവർകൂസനും അടങ്ങുന്ന ലോക്കൽ പോരാട്ടവും, ലിവർപൂളും PSG അടങ്ങുന്ന ഒരു ഹെവി വെയ്റ്റ് ക്ലാഷും ഉൾപ്പെടുന്നു. നറുക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ PSG ലിവർപൂൾ അടങ്ങുന്ന ഹെവി വെയ്റ്റ് ക്ലാഷ് തന്നെയാണ് ഹൈലൈറ്റ്. PSG ആണെങ്കിൽ തങ്ങളെ ലീഗിലെ ബ്രസ്റ്റിനെ 10-0 തോൽപ്പിച്ചുകൊണ്ടാണ് അവർ റൗണ്ട് ഓഫ് 16 കടക്കുന്നത്. അവർ ശക്തരായ ലിവർപൂളുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മറ്റൊരു മത്സരം ഇറ്റാലിയൻ വമ്പന്മാരായ അറ്റ്ലാന്റിയെ തറപ്പറ്റിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 16 കടന്ന ഗ്ലബ്ബൂർഗ് ആസ്റ്റൺ വില്ലയുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മറ്റൊരു മത്സരം അത് മാഡ്രിഡ് ഡെർബിയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡും തങ്ങളുടെ ചിരവൈരാഗികളായ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ് റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടാൻ പോകുന്നത്. അതെന്തായാലും ഒരു സൂപ്പർ മത്സരമായിരിക്കുമെന്ന് നമുക്ക് യാതൊരു സംശയവും വേണ്ട. മറ്റൊരു മത്സരം PSG എന്തോവനും ആർസണലും തമ്മിലാണ്. PSG എന്തോവനാട്ടെ പ്ലേ ഓഫിൽ ശക്തരായ ജുവന്റസിനെ തകർത്തുകൊണ്ടാണ് അവർ റൗണ്ട് ഓഫ് 16 കിടക്കുന്നത്. അവർ ആർസണലുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. മറ്റൊരു മത്സരമാണെങ്കിലോ ബാർസലോണ ബെനിഫിക്ക മത്സരം. എന്തായാലും അതും ഒരു സൂപ്പർ പോരാട്ടമായിരിക്കും, നമുക്ക് യാതൊരു സംശയമില്ല. കാരണം ബെനിഫിക്ക നല്ല രീതിയിൽ കളിക്കുന്ന, നല്ല ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതും ഒരു നല്ലൊരു പോരാട്ടമായിരിക്കും. മറ്റൊരു മത്സരം ലില്ലി ഓസിയും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിലാണ്. പ്ലേ ഓഫിൽ സ്പോർട്ടിംഗ് ലിസ്ബനെ തകർത്തുകൊണ്ടാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് റൗണ്ട് ഓഫ് 16 കടക്കുന്നത്. അവർ ലില്ലി ഓസിയുമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. മറ്റൊരു മത്സരം ഒരു ലോക്കൽ ക്ലാഷാണ്. ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കും സാബി അലോൻസോയുടെ ബയൺ ലെവർകൂസനുമായിട്ടാണ് റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടാൻ പോകുന്നത്. മറ്റൊരു മത്സരം ഫിയർനോർഡും ഇന്റർ മിലാനും തമ്മിലുള്ള മത്സരമാണ്. ഫിയർനോർഡ് ആണെങ്കിലോ തങ്ങളുടെ അയൽപ്പക്കക്കാരായ AC മിലാനെ തകർത്തുകൊണ്ടാണ് റൗണ്ട് ഓഫ് 16 കടക്കുന്നത്. അവർ ഇന്റർ മിലാനുമായിട്ടാണ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത്. അതും എന്തായാലും ഒരു നല്ലൊരു മത്സരമായിരിക്കും. ഇതിനോടൊപ്പം തന്നെ അവർ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള പാത്തും ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. PSV ആർസണൽ മത്സരത്തിൽ വിജയിക്കുന്ന വിജയി റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുന്ന വിജയിയുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. അതുപോലെ തന്നെ PSG-യും ലിവർപൂളും തമ്മിലുള്ള വിജയി ഗ്ലബ്ബൂർഗും ആസ്റ്റൺ വില്ല തമ്മിലുള്ള വിജയിയുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. അതുപോലെ തന്നെ ബെനിഫിക്കയും ബാർസലോണയും തമ്മിലുള്ള വിജയി ഡോട്ട്മുണ്ടും ലില്ലിയും തമ്മിലുള്ള വിജയികളുമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. അതുപോലെ തന്നെ ബയൺ ലെവർകൂസനും ബയൺ മ്യൂണിക്കും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന വിജയി ഇന്റർ മിലാനും ഫിയർനോർഡും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന വിജയികളുമായി ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. അപ്പോൾ എന്തായാലും സൂപ്പർബ് പോരാട്ടങ്ങളാണ് റൗണ്ട് ഓഫ് 16 നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പോരാട്ടങ്ങളുടെ ഡേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 4-5 തീയതികളായി ഫസ്റ്റ് ലെഗും 11-12 തീയതികളായി സെക്കൻഡ് ലെഗും നടക്കും. അപ്പോൾ ഇനി ഒരു 11 ദിവസമായി UCL രാവിലെ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ സൂപ്പർ പോരാട്ടങ്ങളായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പിന്നീട് ഒരു വീഡിയോ കാണുന്നതായിരിക്കും. നമസ്കാരം.